കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രീ ഡിപ്പാച്ചർ കോഴ്സിൻ്റെ 3rd മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് 4th മൊഡ്യൂളായ അക്കോമഡേഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ മാൾട്ട നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിലെ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് മാൾട്ടയിൽ ചെന്നിട്ട് അക്കോമഡേഷൻ എങ്ങനെ എടുക്കാം, അക്കോമഡേഷൻ്റെ റെൻറ്റ് എത്ര വരും, യൂട്ടിലിറ്റി കാര്യങ്ങൾ എത്ര വരും, അതുപോലെ തന്നെ അവിടുത്തെ കോസ്റ്റ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഹലോ, നമ്മൾ കഴിഞ്ഞ മോഡ്യൂളിൽ ചെയ്തത് 3rd മൊഡ്യൂളായിരുന്നു. 3rd മൊഡ്യൂൾ എന്ന് പറയുന്നത് സോഷ്യൽ നോംസ്, റിലിജൻ ആൻഡ് ഡെയിലി ലൈഫ് ഇൻ മാൾട്ടയെ പറ്റിയായിരുന്നു ഡിസ്കസ് ചെയ്തത്. പ്രീ ഡിപ്പാച്ചറിൻ്റെ 4th മൊഡ്യൂളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 4th മൊഡ്യൂൾ എന്ന് പറയുന്നത് അക്കോമഡേഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻ മാൾട്ടയെ പറ്റി ഉള്ള ഒരു ഡിസ്കഷനാണ്. ഇത് നമ്മൾ മാൾട്ടയിൽ ചെല്ലുമ്പോഴത്തേക്കിന് നമ്മളൊരു പ്ലേസ് കണ്ടുപിടിക്കണം നമ്മൾക്ക് താമസിക്കാനായിട്ട്. അതിൻ്റെ കോസ്റ്റ് ഓഫ് ലിവിങ്, നമ്മുടെ റൈറ്റ്സ് ആസ് എ ടെനൻറ്റ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് എന്ന് പറയുന്നത് മാൾട്ടയിലേക്ക് നമ്മൾ നീങ്ങുമ്പം നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കോമഡേഷൻ കിട്ടും. നമുക്കൊരു ഹോൾ അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഹൗസ് നമുക്ക് റെൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പം നമുക്ക് നമ്മുടേതായ ഓൺ സ്പേസും, പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണത്. അപ്പം കൂടുതലും ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വീട് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടി ചീപ്പാണ്. ഒരു ഷെയർഡ് അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് സൗകര്യങ്ങൾ, നമുക്കൊരു കിച്ചൺ ഉണ്ടാകും, ഒരു ബാത്റൂം, ഒരു ലിവിങ് റൂം, ഇത്രയും സൗകര്യങ്ങൾ നമുക്കൊരു ഷെയർഡ് പ്ലേസിൽ ഉണ്ടാകും. പക്ഷേ കുറച്ച് റൂൾസ് ഉണ്ട്. നമുക്ക് എത്ര ആൾക്കാർക്ക് ആ ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റും എന്നുള്ള ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഓണർ ആയിരിക്കും പറയുന്നത് എത്ര ആൾക്കാർക്ക് അവിടെ താമസിക്കാൻ പറ്റും എന്നുള്ളത്. ഈ ഹൗസിംഗ് അതോറിറ്റി എന്ന് പറഞ്ഞൊരു അതോറിറ്റി ഉണ്ട്. അവർ പറയുന്നത് എ മാക്സിമം ഓഫ് 10 പീപ്പിൾ ക്യാൻ സ്റ്റേ ഇൻ വൺ പ്രോപ്പർട്ടി എന്നാണ്. അതിനകത്ത് ഒരു 2 ആൾക്കാർ ഒരു മുറിയിൽ താമസിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ബെഡ്റൂമാണ്. ഒരു വീടിന് 4 അല്ലെങ്കിൽ 5 ബെഡ്റൂംസ് ഉണ്ടാകും. ആ വീട്ടിൽ അറ്റ്ലീസ്റ്റ് 2 ബാത്റൂംസ് എങ്കിലും വേണമെന്നാണ് റൂള് വരുന്നത്. അത് ഹൗസിംഗ് അതോറിറ്റിയുടെ ഒരു റൂളാണ്. പക്ഷേ ഈ ലിമിറ്റ്സ് ഒന്നും ബാധകമല്ല ഇഫ് യു ആക്ച്വലി റെൻറ്റ് ഫോർ എ ഫാമിലി എ ഹൗസ്. 1 ഹൗസ് ഒരു ഫാമിലിക്ക് നമ്മൾ എടുക്കുവാണെങ്കിൽ ഈ ഹൗസിംഗ് അതോറിറ്റിയുടെ റൂൾസ് ഒന്നും അതിൽ ഉൾപ്പെട്ടതല്ല. മാൾട്ടയിൽ ഇലക്ട്രിക് സോക്കറ്റ്സ് എന്ന് പറയുന്നത് ടൈപ്പ് G എന്നുള്ള സോക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിന് നമുക്കൊരു അഡാപ്റ്റർ നമ്മുടെ ഡിവൈസിന് ആവശ്യമാണ്. കോസ്റ്റ് ഓഫ് ലിവിങ് മാൾട്ടയിൽ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എവിടെ താമസിക്കുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കോസ്റ്റ് ഓഫ് ലിവിങ് വരുന്നത്. ചില എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ലിവിങ് റെൻറ്റും ലിവിങ് ഇൻ മാൾട്ടയെ പറ്റി നമുക്കൊന്ന് കാണാം. നമുക്കിപ്പോൾ റെൻറ്റിലേക്ക് പോകുവാണെങ്കിൽ ഒരു ഷെയർഡ് അപ്പാർട്ട്മെൻറ്റിൻ്റെ കോസ്റ്റ് വരുന്നത് ഏകദേശം 100 to 300 euros പെർ മന്ത് വരും. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ലൊക്കേഷനും ചില അതർ ഫാക്ടേഴ്സുമാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് സൗത്ത് ഈസ്റ്റേൺ റീജിയനിൽ സ്ഥലങ്ങളിലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പ്ലേസസ് ലൈക്ക് ബിർസിബോജ് അല്ലെങ്കിൽ മാസ്ലോക്ക് അല്ലെങ്കിൽ സെയ്റ്റു എന്നുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാണെങ്കിൽ നമുക്ക് കോസ്റ്റ് വരുന്നത് 500 to 1600 euros പെർ മന്ത് ആണ് വരുന്നത്. പ്രൈസസ് വളരെയധികം ഹയർ ആയിരിക്കും. നമ്മളിപ്പോൾ ബിസി ഏരിയാസ് ലൈക്ക് സ്ലീമ അല്ലെങ്കിൽ സെൻറ്റ് ജൂലിയൻസിൽ പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹയർ ആയിരിക്കും. ഫുഡിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 300 to 400 euros പെർ മന്ത് ആണ്. പബ്ലിക് ബസ്സസ് ഫ്രീ ആണ് മാൾട്ടയിൽ. യൂട്ടിലിറ്റീസ് ലൈക്ക് ഇലക്ട്രിസിറ്റി, വാട്ടർ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് നമുക്ക് ഏകദേശം ഒരു 80 to 150 euros പെർ മന്ത് നമ്മളുടെ യൂസേജ് അനുസരിച്ച് വരുന്നതായിരിക്കും. നമ്മൾ ഇപ്പം മാൾട്ടയിൽ വർക്കിന് പോകുമ്പം നമുക്കൊരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് അത്യാവശ്യമാണ്. നമ്മുടെ ഫസ്റ്റ് ഇയർ ഓഫ് വർക്കിങ്ങിൽ നമുക്കൊരു പ്രൈവറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒരു മിനിമം കവറേജ് ഓഫ് 100,000 euros എന്നുള്ള നിലയിലായിരിക്കും. ഈ ഇൻഷുറൻസ് കവർ ചെയ്യുന്നത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻക്ലൂഡിങ് ഹോസ്പിറ്റലൈസേഷൻ ആയിരിക്കും മാൾട്ടയിൽ. അല്ലെങ്കിൽ വേറെ യൂറോപ്യൻ കൺട്രീസിനും
നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ പോളിസി വാലിഡിറ്റി വരുന്നത് ഫോർ 1 year ഓഫ് റെസിഡൻസ് പെർമിറ്റ് ആൻഡ് കനോട്ട് ബി റിവോക്ഡ് ഡ്യൂറിങ് ദി ആപ്ലിക്കബിൾ പീരീഡ്. ഇതിനകത്ത് നമ്മൾ വേറെ കുറേ ചിലവും കൂടെ വരുന്നുണ്ട്. നമുക്ക് ക്ലോതിങ് വേണം, പേഴ്സണൽ കെയർ ഐറ്റംസ് വേണം, ഒരു മൊബൈൽ ഫോൺ, പിന്നെ അതർ ഡെയിലി നീഡ്സും ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. അത് ആവറേജ് ഉള്ള ഒരു ഗൈഡ്സ് ആണ്. ഈ കോസ്റ്റുകൾ ചിലപ്പം ഹയറും ആയിരിക്കാം അല്ലെങ്കിൽ ലോവറും ആയിരിക്കാം. അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും, നമ്മൾ ഏത് ചൂസ് ചെയ്യുന്നോ എന്ന് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മൾ ഇപ്പം റെൻറ്റ് എന്ന് നോക്കുമ്പം പോകുന്നയാളും ലാൻഡ് ലോർഡും തമ്മിൽ ഒരു റെൻ്റൽ എഗ്രിമെൻ്റ് സൈൻ ചെയ്യും. ഈ റെൻ്റൽ എഗ്രിമെൻ്റ് നമ്മുടെ റെൻറ്റ് എമൗണ്ടും നമ്മൾ എത്ര നാൾ അവിടെ താമസിക്കുന്നു, പിന്നെ ഈ റൂൾസ് എൻഡ് ചെയ്യുന്നിടം വരെയുള്ള കോൺട്രാക്റ്റ് ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ വളരെയധികം കെയർഫുള്ളായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് വളരെ കെയർഫുള്ളായിട്ട് വായിക്കണം സൈൻ ചെയ്യുന്നതിന് മുമ്പ്. ഇതിനകത്ത് ഒരു ഡെപ്പോസിറ്റ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഈക്വൽ ടു 1 month's റെൻറ്റ്. ലാൻഡ് ലോർഡ് നമുക്ക് ഈ ഡെപ്പോസിറ്റ് തിരിച്ചു തരും. പക്ഷേ ഇൻ കേസ് ഡാമേജോ അൺപെയ്ഡ് ബിൽസോ ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു തരുന്നതല്ലായിരിക്കും. നമ്മൾ നമ്മുടെ ആ പ്രോപ്പർട്ടി നമ്മൾ റെൻറ്റ് ചെയ്യുമ്പം വളരെയധികം സൂക്ഷിച്ചു വേണം അത് കൈകാര്യം ചെയ്യാനായിട്ട്. റെൻറ്റ് ഓൺ ടൈം പേ ചെയ്യണം, പിന്നെ റൂൾസും ഫോളോ ചെയ്യണം. എപ്പോഴും നമ്മളൊരു കോപ്പി കോൺട്രാക്റ്റിൻ്റെ കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. റെസീറ്റും നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസീറ്റ്സും കയ്യിൽ വെക്കണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഹൗസിംഗ് അതോറിറ്റി നമ്പറിൽ വിളിക്കാവുന്നതാണ്, 35622991010 അല്ലെങ്കിൽ നമുക്ക് മെയിൽ അയക്കാവുന്നതാണ് rentregistration.ha@ha.gov.mt. എപ്പോഴും നമ്മുടെ കയ്യിൽ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ ഒരു കോപ്പിയും പേയ്മെൻറ്റ് റെസീറ്റ്സും നമ്മുടെ കയ്യിൽ വെക്കുന്നത്, ഒരു റെക്കോർഡായിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അക്കോമഡേഷൻ, ലിവിങ് കോസ്റ്റ്, ടെനൻസ് റൈറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തത്. വളരെയധികം പ്ലാൻ ചെയ്ത് വേണം നമ്മൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള അക്കോമഡേഷനും നമ്മുടെ നീഡ്സും നമ്മുടെ ബഡ്ജറ്റും എല്ലാം വെച്ചിട്ട് വേണം നമ്മൾ ഒരു അക്കോമഡേഷൻ ചൂസ് ചെയ്യാനായിട്ട്. സോ താങ്ക് യു, ആൻഡ് ദീസ് ആർ ദ ഇൻഫർമേഷൻ ഓഫ് അക്കോമഡേഷൻ, ലിവിങ് കോസ്റ്റ് ആൻഡ് ടെനന്റ് റൈറ്റ്സ് ഇൻ മാൾട്ട. ഇനി നമ്മൾ പോണത് ക്വസ്റ്റ്യൻസിലേക്കാണ്. നമ്മൾ ആദ്യം പോണത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിലേക്കാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ചീപ്പർ ഹൗസിംഗ് ഓപ്ഷൻ ഇൻ മാൾട്ട? ഓപ്ഷൻ വരുന്നത് റെൻറ്റിങ് എ ഹോൾ ഹൗസ് അലോൺ, ഷെയറിങ് എൻ അപ്പാർട്ട്മെൻറ്റ് വിത്ത് അതേഴ്സ്, റെൻറ്റിങ് എ ലക്ഷറി വില്ല. ഇതിനകത്ത് ചീപ്പർ ഹൗസിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഷെയറിങ് എൻ അപ്പാർട്ട്മെൻറ്റ് വിത്ത് അതേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ 2, ഹൗ മെനി പീപ്പിൾ ക്യാൻ ലീവ് ഇൻ വൺ പ്രോപ്പർട്ടി, നോട്ട് എ ഫാമിലി ഹോം? ഒരു പ്രോപ്പർട്ടിയിൽ എത്ര ആൾക്കാർക്ക് ലീവ് ചെയ്യാം? 3 people, 10 people, 20 people? The answer is 10 people. How many people are allowed per bedroom? 2, 3, 4. 2 ആണ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ 4 എന്ന് പറയുന്നത്, what type of plug is used in Malta? Type G, UK style, type C, type E. ആൻസർ വരുന്നത് ടൈപ്പ് G, UK style എന്നാണ്. ക്വസ്റ്റ്യൻ 5, how much does a shared apartment usually cost per month? Options, €5 to €80, €100 to €300, €1,000 to €2,000. ആൻസർ വരുന്നത് €100 to €300 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, പബ്ലിക് ബസ്സസ് ഇൻ മാൾട്ട ആർ? ഓപ്ഷൻ 1, എക്സ്പെൻസീവ്, ഫ്രീ, only for tourists. പബ്ലിക് ബസ്സസ് ആർ ഫ്രീ എന്നാണ് ആൻസർ. How much utilities
water, electricity, internet usually cost each month? 10 to 20 euros, 80 to 150 euros, 500 euros. The answer is 80 to 150 euros. Question 8. In your first year of work, your private health insurance must cover at least 10,000 euros, 50,000 euros, 100,000 euros. The answer is 100,000 euros. Ninth question. What must you sign when you rent a place in Malta? A friendship agreement, a rental contract, a holiday paper? The answer is a rental contract. What is a deposit usually equal to? 1 month's rent, 1 week's rent, or 1 year's rent? The answer is 1 month's rent. ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, a private apartment is usually more expensive than a shared apartment. True. Question 2. The housing authority rules do not apply to families living together in one home. True. Third question. Food usually costs about 300 euros to 400 euros per month. True. Public buses in Malta require a ticket. False. Utilities include electricity, water, and internet. True. You do not need health insurance when working in Malta. False. Question 7. You should always read your rental contract before signing. True. 8th question. A landlord must return your deposit unless there is damage or unpaid bills. True. You should not keep copies of your rental documents. False. Living costs may be different depending on where you live. True. ഇതുകൊണ്ട് നമ്മൾ ഈ ഒരു മോഡ്യൂളിൻ്റെ ക്വസ്റ്റ്യൻസ് എൻഡ് ചെയ്യുവാണ്. സോ I hope you understood what is the normal thing that you should be careful about when renting an apartment and the contracts. Thank you for watching. We see you in the next module. Thank you so much.